കോഴിക്കോട് കുറ്റ്യാടി നിട്ടൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റു എന്നൊരു വാർത്ത വരുന്നു. മൊട്ടന്തര സ്വദേശികളായ ഷോജിൻ, ബബിൻ, അശ്വിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 10 മണിയോടെ മൊട്ടന്തര വെച്ചാണ് അപകടമുണ്ടായത്. ബൈക്കുകളിലെത്തിയ 6 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരണയാലുള്ള ആക്രമണമാണോ, അതല്ല വ്യക്തിവൈരാഗ്യമോ കുടിപ്പുകയോ മറ്റോ ആണോ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? പരിക്ക് നിസ്സാരമുള്ളതാണോ, സാരമുള്ളതാണോ? ഡോക്ടർ അരുൺ, രാഷ്ട്രീയമായുള്ള കുടിപ്പകയൊന്നുമല്ല, മറ്റെന്തോ മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് 3 ബൈക്കുകളിലായി 6 യുവാക്കൾ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. നിട്ടൂർ, അതായത് കുറ്റ്യാടിക്ക് സമീപം നിട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിനിടയിലാണ് അവർ ആയുധവുമായി ഈ ബൈക്കിലെത്തുകയും അതോടൊപ്പം തന്നെ ഈ മധ്യസ്ഥ ചർച്ച നടക്കുന്നതിനിടയിൽ ആയുധം ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. നിട്ടൂർ മൊട്ടത്തറ സ്വദേശികളായ ഷോജിൻ, ബബിൻ, അശ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതോടൊപ്പം തന്നെ ഷോജിൻ, ബബിൻ എന്നിവർക്ക് കാര്യമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാൾ അശ്വിനെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അശ്വിൻ്റെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കുറ്റ്യാടി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു നാദാപുരം സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത് എന്നുള്ള ചില സൂചനകൾ പോലീസിന്റെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. 3 ബൈക്കിലെത്തിയ 6 അംഗ സംഘം അവർ കയ്യിൽ ആയുധം കരുതിയിരുന്നു. അവരാണ് ആക്രമണം നടത്തിയത് എന്നുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്തത്. ഏതായാലും ചില മധ്യശ്രമങ്ങൾ ആ ഘട്ടത്തിൽ നടന്നു എന്നുള്ള സൂചന, അതിനിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഓണക്കാലമാണ്, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കയറ്റിയിട്ട് ഇതേപോലെ സംഘർഷത്തിന് പോകാതിരിക്കുക എന്നതാണ് ചെറുപ്പക്കാരോട് നമുക്ക് പറയാനുള്ളത്.